കുഞ്ഞ് അവിടെ ഇരിക്കണ്ട്. എനിക്കറിയില്ല കുഞ്ഞ് അവിടെ ഇരിക്കുന്നതെന്ന്. ഞാൻ പക്ഷേ ഈ മുറിയിൽ വന്നപ്പോൾ കുഞ്ഞുവിനെ കണ്ടില്ല. ക്യാമറ കയ്യിലെടുത്തിട്ട് എന്തോ കാണിക്കണ്ട, എനിക്കെന്താണെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ 28-29 വരെ എണ്ണി. അതായത് ഞാൻ പറഞ്ഞു ഇനി ഫൈനൽ കുഞ്ഞുവിനെ പറഞ്ഞു. അപ്പോൾ ഇനി കുഞ്ഞുവിനെ കണ്ടുപിടിക്കണം. ഞാൻ ഫസ്റ്റ് കുഞ്ഞു ഇരിക്കുന്ന മുറി പോയി, പക്ഷെ അവിടെ കുഞ്ഞില്ല. അതെന്താണ് ഞാൻ അവിടെ അവന് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അത്ര ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ കാണരുത്. അപ്പോഴത്തേക്കും കുഞ്ഞിയുടെ കൂട്ടുകാരെ അക്കി വന്നു. അപ്പോൾ അവനെയൊക്കെ ആയിട്ട് കളിച്ചു. പിന്നെ ഞാൻ കിടക്കണ മുറി പോയി, അവിടെ നോക്കി, അവിടെ ഇല്ല. ഞാൻ അവസാനം അവിടെയൊക്കെ ആയിട്ട് പോയി നോക്കി. വീണ്ടും ഞാൻ ആ മുറിയിൽ പോയി നോക്കി. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അടിയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞു അതിൻ്റെ അടിയിൽ കയറിയിരിക്കും. എന്നെ മാക്കൂട്ടി നമുക്ക് സഹായിച്ചായിരുന്നു കേട്ടോ ഈ അവനെ കണ്ടുപിടിക്കാൻ. അടുത്തത് നമ്മൾ ഈ നക്കിയുടെ കൂടെയാണ് ഗൈസ്. ആ സാരിൻ്റെ കൂട്ടുകാരനെ നക്കി. ഇത് അവൻ്റെ അനിയൻ, എൻ്റെ അനിയത്തി. അഥവാ അപ്പോൾ എന്നോട് ഞാൻ മക്കളിട്ടിട്ട് ക്യാൻസറായത് അക്കീമാണ്. ഞാനൊക്കെ ഒരു ഒളിക്കായിരുന്നു. ഞാൻ വിളിച്ചു അക്കിയാണ് കുഞ്ഞാത്തു ഒച്ച ഉണ്ടാക്കിയപ്പോ കുഞ്ഞാത്തുവിനെ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ അവള് ക്യാൻസർ കിടന്ന് അപ്പൊ ഈ സാലീനെ കണ്ടുപിടിച്ചു. കുഞ്ഞാത്തു പറഞ്ഞിട്ട് എങ്ങനെ വരാത്തോണ്ട് കുഞ്ഞാത്തുവിന്റെ അടുത്ത് ഇപ്പൊ സാലീനെ കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെയാണ് എണ്ണേണ്ടത്. ഇവിടെ ഇങ്ങനെ വീട് എടുക്കുമല്ലോ, വീട് എടുക്കാൻ്റെ സൗണ്ട് അവൻ കേട്ടു. 30 അവൻ നേരെ എന്നെ നോക്കിയപ്പോൾ ഞാൻ കണ്ടു. എന്തായാലും കഷ്ടം. ഞാൻ ഈ റൂമിലിരുന്നത്. ഞാൻ ആദ്യം ഒരു കുഞ്ഞ് ലൈറ്റ് ഇടാമെന്ന് പറഞ്ഞു. അത് ഇടാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇരുന്നപ്പോഴത്തേക്കും വന്നു. ബാക്കിയില്ല, നിങ്ങൾ എന്നെ കണ്ടോ? എവിടെ ലൈറ്റ് ഇട്ടണം. നമ്മുടെ കുഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട്. എവിടെ ഇരിക്കുന്നു? 2 കൂടി അവിടെ അവനെ കാണിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടിയായി വീഡിയോ എടുക്കാന്ന് പറഞ്ഞില്ല. അടിയായിട്ടാ ഗൈസ് ഇവിടെ.